ചെയ്യാറുണ്ട്. ഇന്ന് ക്ലാസ്സിനപ്പുറം നമുക്ക് പിന്നെ എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് പറയാനുള്ളത്, ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് പിന്നെ അക്കൗണ്ടിങ് പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും പലരും എന്താ പറയാ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇത് കഴിയാത്ത ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു ബാച്ച് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്, ഏതൊരു സ്ഥാപനത്തിലും ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അത് ചെയ്തിപ്പം ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ നിങ്ങൾക്ക് ആഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും 30ഓളം കമ്പനികളുടെ അക്കൗണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ നമുക്കൊരു പുതിയൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ ഉണ്ടാവാം. പുതിയൊരു കമ്പനിയിൽ അവിടെ അക്കൗണ്ട്സ് എന്താണ് എന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിലവിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി ഓഫ്ലൈനിലൂടെയുള്ള ഒരു രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോവുക. അതായത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ടാലിയും മറ്റു സോഫ്റ്റ്വെയറുകളും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വരുന്നു. അവര് അക്കൗണ്ട്സ് നല്ല രീതിയിൽ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോഴേക്ക് അവർ തന്നെ ഇങ്ങോട്ട് പറയും. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയുന്ന പോലെ അവർ തന്നെ പറയും, സ്വന്തമായിട്ട് ഇനി എനിക്ക് ധൈര്യപൂർവ്വം ഒരു ഇന്റർവ്യൂവിന് പോവാം, സ്വന്തമായിട്ട് അക്കൗണ്ട്സ് ചെയ്യാം. അപ്പൊ സർട്ടിഫിക്കറ്റിനപ്പുറം സി വിയിൽ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നതിനപ്പുറം നല്ല കണ്ടന്റ് ഉള്ള ഒരു അക്കൗണ്ടന്റ് ആയി മാറുക. പുതിയ കാലത്ത് GST ഒക്കെ വന്നു, ടാക്സ് ഒക്കെ വന്നു. അപ്പോൾ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമുള്ള കാര്യം. ഒന്ന്, നിലവിൽ ഓരോരാളും അവരവരുടെ പേരും വരുന്ന സ്ഥലവും അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നമുക്ക് ആ രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ അവര് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് പോവേണ്ടത്, കാരണം ഡിഗ്രി BCom ഉള്ളവരുണ്ടാവും, MCom ഉള്ളവരുണ്ടാവും, ആ രീതിയിൽ വരുന്നതുണ്ട്. അതേസമയത്ത് SSLC കഴിഞ്ഞ് വരുന്നവരുണ്ട്, +2 കൊമേഴ്സ് അല്ലാതെ ഹ്യൂമാനിറ്റീസ് സയൻസ് എടുത്ത് വരുന്നവരുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എന്താണ് അക്കൗണ്ട്സിന്റെ രീതിയിലേക്ക് പോവാം. ആരാ പറയുന്ന ആദ്യം? നിങ്ങളുടെ പേരും സ്ഥലവും ക്വാളിഫിക്കേഷനും ഒന്ന് പറയണം കേട്ടോ. ഒന്ന് ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് ഞാൻ ചോദിക്കും എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ പറയാ സർ. ഞാൻ പറയുന്നവര് പറഞ്ഞു. ഞാനൊക്കെ ആദ്യം ജാസ്മിൻ പറഞ്ഞോളൂ. ജാസ്മിൻ. എന്റെ പേര് ജാസ്മിൻ. ഉം, ഉം. എന്റെ സ്ഥലം മലപ്പുറമാണ്. മലപ്പുറം, എക്സാക്ട് മലപ്പുറം തന്നെയാണ് പ്ലേസ് വരുന്നത്. പിന്നെ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഡിഗ്രി ആണ്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഫിസിക്സ് ആണ് എന്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അക്കൗണ്ടിങ് യാതൊരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും അതിന് പിന്നെ ഒരു ടെൻഷൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം 0 ലെവൽ തന്നെ ക്ലാസ്സുകൾ ലഭ്യമാവും. ഒന്നുകൂടി മറ്റ് പിന്നെ BCom ഒക്കെ ആകുമ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അത് ഞാൻ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ടീച്ചർ ചിലപ്പോൾ ഒന്ന് ഹൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 0 ലെവൽ തന്നെ കംപ്ലീറ്റ് ക്ലാസ് കിട്ടുമല്ലോ. അതെ അതെ, 0 ലെവലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരുപാട് ഒരു 100 കുട്ടികൾ വരുന്ന സമയത്ത് ഒരു 60ഓളം കുട്ടികൾ കൊമേഴ്സ് അല്ലാത്തവരാണ് വരിക. പഠിച്ചു കഴിയുന്ന സമയത്തും അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടോ, നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അക്കൗണ്ട്സ് ഒരു ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം, ആദ്യത്തെ ഒരു 10-15 ക്ലാസ്സുകൾ വരെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. എങ്കിലും പിടിച്ചിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അത് അക്കൗണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ധൈര്യം വരിക. ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ഒരു ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഏത് വഴിയിലൂടെയും പോകുന്നത് പോലെ തന്നെ ആ ഒരു ധൈര്യം വരും. ഇപ്പം വിദേശത്തൊക്കെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കീഴിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ട് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ വിദേശത്ത് ജനറൽ അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നാട്ടിലും ഒരു ധൈര്യം വരിക ചെയ്യാം, നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളത്. പിന്നീട് ട്രെയിനിങ് ലഭ്യമാണ്. ഓക്കെ, അപ്പോ പിന്നെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഡിഗ്രി ഉണ്ട് അല്ലേ? ഫിസിക്സ് ആണ് ഡിഗ്രി വരുന്നത്. PG കംപ്ലീറ്റ് അല്ല, MA ആണ്. ഇപ്പോ ഇവിടെ അയാദ്യ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സൈക്കോളജി കോഴ്സിന്റെ മാനേജറാണ്. ഓക്കെ. അക്കൗണ്ടിങ്ങിലേക്ക് വരാനുള്ള താല്പര്യം എന്തായിരുന്നു? ഹസ്ബൻഡ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഇറങ്ങാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അക്കൗണ്ടിങ് സെഷനിലോട്ട് ഇറങ്ങാമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ സ്വന്തമായിട്ട് ഇവിടെ അവര് ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതില് അവളെ കമ്പനി ബെല്ല ടോക്കോ പറയുന്ന കമ്പനിയില്, അപ്പൊ അതിൽ തന്നെ അക്കൗണ്ടിങ്ങിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതിലോട്ട് ഇറങ്ങണം എന്നൊരു ആഗ്രഹം.
ഇപ്പോഴത്തെ കാര്യമൊന്നല്ല, ഇപ്പൊ ഇവിടെ അയാതി തന്നെയാണ്. തീർച്ചയായിട്ടും അതെ അതെ ഭാവിയിൽ അതെ. എന്തെങ്കിലും ദിവസം അത് ഇറങ്ങണമെങ്കിൽ കയ്യിൽ വെക്കാന്നൊരാഗ്രഹം. നിങ്ങൾ ഇവിടെയുള്ള മറ്റുള്ളവരുമായിട്ട് പരിചയമുണ്ടോ? ഇപ്പൊ അഡ്മിഷൻ എടുത്ത മറ്റുള്ളതായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടോ ഇപ്പൊ നിലവില്? ഇല്ല, ഞാൻ ഇന്നാണ് ജോയിൻ. കുറെ ദിവസമായി ഇങ്ങനെ ആലോചനയിലാണ്, കാരണം ഓൾറെഡി നല്ല വർക്ക് ലോഡ് ഉണ്ട് കോഴ്സുകളായിട്ട്. അപ്പോ ഓക്കെ ഒരാഗ്രഹം ഇനിയിപ്പോ അത് വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. കയ്യിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. മെന്ററിങ് അറിയാം, പിന്നെ ഓക്കെ. ഫാഷൻ ഡിസൈനർ ആണ്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിൽ വേണമെന്നൊരാഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എടുത്തായാലും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാന്ന് എന്റെ വിചാരിച്ചു. അഭിപ്രായത്തിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാണല്ലോ നമുക്ക് അതായിരിക്കും ഏറ്റവും എന്താ പറയുക ഒന്നുകൂടി ഉപകാരപ്പെടുന്ന സംഭവം. ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ കൂടുതൽ ഇന്റർവ്യൂ വരുന്ന സമയത്തും അതിലൊക്കെ മെയിൻ ആയിട്ട് അക്കൗണ്ടിങ് ജോലിക്ക് മാത്രമായിരിക്കും എന്നല്ല. ഒരു കമ്പനിയിൽ ഏത് മേഖലയിലേക്കാണെങ്കിലും അക്കൗണ്ട്സ് അറിഞ്ഞാലും ഒന്നാമത് കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ. അപ്പൊ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ പിന്നെ ഒരു ഓഫീസിൽ എങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, ഒരു ട്രാവൽസിലായി കഴിഞ്ഞാലും അത് MS ഓഫീസ്, MS വേർഡ്, എക്സൽ ഒക്കെ വരുന്ന രീതിയിൽ ഒന്ന് അങ്ങനെ വരും. അക്കൗണ്ടിങ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു മാസമുള്ള എന്ത് ഇടപാടുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് നിങ്ങൾ അക്കൗണ്ടിങ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനും ഇത് പഠിച്ചു കഴിഞ്ഞ ആളുള്ള ഒരു സിറ്റുവേഷനും. ഞാനിത് പറയുന്നത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. വർഷങ്ങളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഭവത്തിന് ഒരു 10 വർഷത്തിലധികമായിട്ട് വിദ്യാർത്ഥികൾ ഓഫ്ലൈൻ ആയിട്ട് വന്നിട്ട് പഠിക്കുന്നുണ്ട്. വന്ന് പഠിച്ച് പിന്നെ ഒരാളും ഇതുവരെ എനിക്കൊരു നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. ഞാനത് പറയാനുള്ള കാരണം നിങ്ങൾക്കത് ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതാണല്ലോ. അപ്പൊ ഇത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. ഇനി ധൈര്യപൂർവ്വം എന്ത് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ബാക്കി പിന്നെ നമുക്ക് ഗൂഗിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്ട്രാ പുതിയ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ വരുമ്പോഴോ അത് ജസ്റ്റ് നമുക്ക് അത് അറിയും ഏത് വഴിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജാസ്മിന് ഈ രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ആരാ? ജസീല സി. സാർ, എൻ്റെ പേര് ജസീല എന്നാണ്. ഓക്കെ ഞാൻ ഇവിടെ UAE അജ്മാൻ എന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഞാൻ +2 ഉള്ളൂ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ +2 ഏതാ? ഇവിടെ കൊമേഴ്സ് ആണോ? ഇനിയുള്ള കൊമേഴ്സ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് പറയുന്നതോടെ ഇനി മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവുമല്ലോ ആരൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉള്ളത് എന്നുള്ളത്, നിങ്ങൾക്ക് കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, +2 ഏതാ എടുത്തത്? +2 കൊമേഴ്സ് എടുത്ത. ഓക്കെ, അക്കൗണ്ടൻസി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ട്. ഞാനിപ്പോ ഇത് ടച്ച് വിട്ടിട്ട് ഇപ്പൊ 32 ഇയേഴ്സ് ആയി, വയസ്സായി. അപ്പൊ ടച്ച് വിട്ടിട്ട് കുറച്ച് കാലായി. ക്ലാസിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട്. നമുക്കിപ്പോ നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട് ഓഫ്ലൈനിലൊക്കെ, 50 വയസ്സ് 40 വയസ്സുള്ളവരൊക്കെ, അവരൊക്കെ ബിസിനസ് ഓണേഴ്സ് ക്ലാസ്സിന് വരും. അതായത് അവർ പറയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് ഉണ്ട്, ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണല്ലോ ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള അറിയുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് ഒരാൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. അപ്പൊ ആ രീതിയിലൊക്കെ പിന്നെ അക്കൗണ്ടിങ് ഒന്ന് സിമ്പിൾ ആട്ടോ, അപ്പൊ വെരി സിമ്പിൾ ആണ്. ഞങ്ങൾ ഇങ്ങനെ പറയാം, നമ്മൾ ഈ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം സെക്കൻഡും ഇംഗ്ലീഷും എന്ന സബ്ജക്റ്റ് ഒക്കെ വരുമല്ലോ. അപ്പൊ അതിൽ മലയാളം സബ്ജക്ട് എങ്ങനെയാണോ ആ രീതിയിൽ എന്നൊക്കെ പറയാം. അതുകൊണ്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ഒരു രസമാണ്, നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകാൻ സംവിധാനമാണ്. +2 കൊമേഴ്സ് ഉണ്ട് അല്ലേ? ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം ഇവിടെ ഗൾഫില് 14 വർഷം കല്യാണം കഴിഞ്ഞപ്പോ ഇവിടെ ഗൾഫിൽ തന്നെ സെറ്റിൽ ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇനിയുള്ള കാലം ഹസ്ബൻഡിനും വൈഫിനും ജോബ് വേണം എന്നുള്ള ഒരു ഇതില് ഇറങ്ങിയതാ. വിദേശത്തൊക്കെ നല്ല, ഞാനിപ്പോ വിദേശത്ത് അക്കൗണ്ടന്റ് ആയിട്ട് ജനറൽ അക്കൗണ്ടന്റ് ആയിട്ട് ഖത്തറിലും ദുബൈയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ നമുക്കറിയാം അത് പിന്നെ അക്കൗണ്ട്സിന്റെ ഫീൽഡിൽ ഏത് രീതിയിലാണ്. ഇപ്പൊ വ്യത്യസ്തമായ ഇപ്പൊ ഒരു കമ്പനി ഒരു അക്കൗണ്ടന്റ് ഒന്നും ആയിരിക്കില്ല, ഒരുപാട് ആളുകൾ വേണ്ടി വരും ഓരോ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതിനും. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നിലവില് പിന്നെ അക്കൗണ്ടിങ് പഠിച്ച് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ജോലി ലഭിച്ചാൽ, ഇപ്പം വിദേശത്ത് തന്നെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന അറിയാലോ, വളരെ ബുദ്ധിമുട്ടായിട്ട് ചെറിയ സാലറി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ സിസ്റ്റം ഓപ്പൺ ചെയ്തിരിക്കുക, പിന്നെ അറിയുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് അന്ന് വന്ന ബില്ലൊക്കെ ഒന്ന് ജസ്റ്റ് പർച്ചേസ് ബില്ല് ഉണ്ടാവും, സെയിൽസ് ബില്ല് ഉണ്ടാവും, ഇതൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാം. സാലറി കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സാലറി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. പിന്നെ നമുക്ക് അവിടെ ഇരിക്കുക, അത്ര തന്നെ. അതായത് ഓരോ കമ്പനിയുടെ ബേസ് ആയിരിക്കും കേട്ടോ. വലിയ കമ്പനികളൊക്കെ ആയിരിക്കുമ്പോൾ വർക്കുകൾ ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചെയ്തത് തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പർച്ചേസ് ബില്ല്, ഞാൻ ഉദാഹരണം പറയണം. പർച്ചേസ് സിസ്റ്റം ഓപ്പൺ ചെയ്യും, ഇപ്പൊ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, വാട്സാപ്പും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ അവിടെ
ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും, അല്ലെങ്കിൽ ആ കമ്പനികൾ ഉള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും. അവർ ജസ്റ്റ് നമുക്ക് കാണിക്കും പർച്ചേസ് ബില്ല്, അതിന്റെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്താൽ ഒരു ബില്ല് എൻ്റർ ചെയ്ത്. അപ്പം ഒരു കമ്പനി ചിലപ്പോൾ 20-30 പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസം തന്നെ. അപ്പൊ ഈ 30 ബില്ല് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി വരിക. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ 20 ആള് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പൊ 20 ആൾക്ക് എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ സാലറി കൊടുക്കണം. അപ്പൊ സാലറി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു എക്സൽ ഷീറ്റ് 20 ആളെ പേരും എൻ്റർ ചെയ്യും, ഇവരുടെ ബേസിക് സാലറി എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്യും, ഓവർ ടൈം മറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എൻ്റർ ചെയ്തിട്ട് ഒരു ഷീറ്റ് ആദ്യം ആക്കും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ പേയ്മെന്റ് സെക്ഷനിലേക്ക് മാറുന്നു. ഇവർക്കൊക്കെ സാലറി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് എൻ്റർ ചെയ്യുന്നു, ഇങ്ങനെ സാലറി ഇത്ര കൊടുത്തു. ഇത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഇടപാടുകൾ, ക്യാഷുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഇടപാടുകൾ നമ്മൾ എൻ്റർ ചെയ്തിട്ട് എന്ത് റിപ്പോർട്ടാണ് വേണ്ടത്, എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കുന്ന ഒരു സംഭവം. അങ്ങനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സംവിധാനമാണ് അക്കൗണ്ടിങ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് കമ്പനിയിൽ അക്കൗണ്ട്സ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് സന തസ്ലീന. യെസ് സർ. ഓക്കെ, എൻ്റെ വീട് മലപ്പുറം വണ്ടൂർ ഭാഗത്താണ്. ഞാൻ ബികോം ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. ബികോം കോർപ്പറേഷൻ ആണ്. ഓക്കെ. ഏതാ യൂണിവേഴ്സിറ്റി ഏതാ എടുത്തേ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സെമസ്റ്റർ ആണോ ഇയർ ആണോ? സെമസ്റ്റർ. ഓക്കെ ഓക്കെ. കഴിഞ്ഞിട്ട് കുറെ ആയോ? ഡിഗ്രി കഴിഞ്ഞിട്ട് കുറെ ആയോ? ഇപ്പൊ ഒരു ആ കൊറോണ കാലത്ത് തന്നെ ഞങ്ങൾ ക്ലാസ് അതിലുണ്ടായിട്ടുണ്ടാവുമല്ലോ ടാലി IT സബ്ജക്ട് ഉണ്ടല്ലോ, ടാലി കുറച്ച് കാര്യം ടാലി ചെറുതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിനൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? നല്ല മാർക്ക് ഉണ്ടോ? എനിക്ക് അക്കൗണ്ടിങ് ഒക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഒന്നിങ്ങോട്ട്. അക്കൗണ്ടിങ് ചില ആളുകൾക്ക് അങ്ങനെ അക്കൗണ്ട്സ് പിന്നെ ഒരു ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കൂടുതൽ പഠിക്കാനില്ല എന്നുള്ളതാണ്, ചെയ്യാനുള്ളതായിരിക്കും. അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ തിയറി ഇങ്ങനെ വായിച്ച് പഠിക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒന്ന് ചെയ്ത് അതന്നെ ആയിരിക്കും. അതേപോലെ 100% ആൻസർ വരുന്നതായിരിക്കും. ഇപ്പം ബികോമിൽ ടാലി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്, പക്ഷെ അത് നിലവിൽ നമ്മൾ പഠിക്കുന്ന ടാലിയുടെ 100-ൽ 0.5% മാത്രമായിരിക്കും. വളരെ കുറച്ച് ജസ്റ്റ് ജേണൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൽ വരുന്നത്. ഓക്കെ. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജേണലൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയും അല്ലേ? ടച്ച് ഇട്ടിട്ട് കുറച്ചായി. നല്ലൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ? നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ അയാദിൽ വർക്ക് ചെയ്തതിനു ഞാൻ ഈ മാസം റിസൈൻ ചെയ്തിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അക്കൗണ്ട്സ് നിലവില് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് ജോബ് നോക്കാം അല്ലെ? വിദേശത്തോ നാട്ടിലോ ആയിട്ട് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ട്രൈ ചെയ്താൽ കിട്ടും. അക്കൗണ്ട്സ് ഒന്നുകൂടി ഈസി ആണെങ്കിൽ ഇത് പിന്നെ നമ്മൾ ബികോമിൽ പഠിച്ചതിനേക്കാൾ ഒന്നുകൂടി അപ്പുറം ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഉദാഹരണത്തിന് ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ അത് എൻ്റർ ചെയ്യുക? കാരണം നമ്മൾ കേക്ക് വാങ്ങുന്നില്ലല്ലോ, സാധാരണ വാങ്ങിയിട്ടാണ് വിൽക്കുക. ഇത് നമ്മൾ അത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും വാങ്ങുക. അപ്പൊ അതെങ്ങനെയാണ് ടാലിയിൽ എൻ്റർ ചെയ്യുക? ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടലാണ് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നത് അക്കൗണ്ട്സ് ഒന്നുകൂടി ഈസി ആയിട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സന തസ്ലീന ബികോം. ഓക്കെ, നെക്സ്റ്റ് ആരാ അടുത്തത്? അടുത്ത ആളൊന്ന് വരണേ. ഫാത്തിമ സക്കീർ. ഹലോ. ഓക്കെ ഓക്കെ. വീഡിയോ ഓൺ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, പറയാം. ഞാൻ പുറത്താണ്, അതാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിരുന്നത്. ഓക്കെ. ഞാൻ ഫാത്തിമ ഷക്കീർ, ഖത്തറിലാണ് താമസം. ഞാൻ +2 ആണ്. ടച്ച് വിട്ടിട്ട് 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഖത്തറിൽ എവിടെയാ? ഖത്തറിൽ ഇവിടെ ന്യൂവേജ. ഓക്കെ. അപ്പൊ +2 ഏതായിരുന്നു എടുത്തത്? കോമേഴ്സ് എടുത്ത്. കോമേഴ്സ് എടുത്തത്. അപ്പൊ നമുക്ക് ടാലി ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ CV ഒക്കെ തയ്യാറാക്കുക, കമ്പനികളിലേക്ക് അയക്കുക. മെയിനായിട്ട് അവിടെ അത് ആദ്യം ഓൺലൈനിൽ CV പിന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, പേരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അക്കൗണ്ട്സിന്റെ എക്സ്പീരിയൻസ് കുറെ ആളുകൾ ചോദിക്കും. എങ്കിലും അഭിപ്രായത്തിൽ നമുക്കിപ്പോ ഒരു ജോബിന് പോകുന്ന സമയത്തല്ലേ നമുക്ക് എന്താണെന്നുള്ളൊരു ഡൗട്ട് വരും. അക്കൗണ്ടന്റ് ആയിക്കഴിഞ്ഞാൽ ഡിഗ്രി ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഡിഗ്രി ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയൊക്കെ കെയർ ഓഫ്. ഇപ്പൊ ഉദാഹരണത്തിന് അക്കൗണ്ട്സിനൊക്കെ നല്ല സാലറി ഒക്കെ വരും. അപ്പം ഫ്രഷേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ നമുക്ക് കുറച്ച് സാലറി കുറച്ചിട്ട് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആദ്യം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇതായിരുന്നു ലക്ഷ്യം. അക്കൗണ്ട്സ് നന്നായിട്ട് പഠിക്കുക,
പഠിച്ച് നല്ലൊരു CV തയ്യാറാക്കുക. എന്നിട്ട് പിന്നെന്താ പറയാ, എങ്ങനെയെങ്കിലും എല്ലാ കമ്പനികളിലേക്കും നമ്മുടെ CV എത്തിക്കുക, ഇന്റർവ്യൂവിന് പോവുക, കിട്ടുന്ന സാലറിക്ക് ജോലിക്ക് കയറുക എന്നുള്ളതാണ് അത് ഓക്കെ സർ. വേണ്ടിയിട്ട്. ഇപ്പൊ കൊമേഴ്സ് ആയിരുന്നു, ഏതായാലും ടച്ച് ആ ഓക്കെ. നെക്സ്റ്റ് ആരാ പറയാ അടുത്തത്? ഐഫോൺ ആരാണ് റീനെയിം ചെയ്താല്? ഹായ് സാർ, ഓക്കെ എൻ്റെ പേര് മുസിന എന്നാണ്. ഓക്കെ ഞാൻ നാട്ടിൽ കണ്ണൂരാണ്. ഇപ്പോ UAE ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നത്. മോസിനെ ഇതിൽ കാണുന്നില്ല. ഏതാണ് ഇതിൽ? ഐഫോൺ. ഓക്കെ ഓക്കെ. ഹനാൻ എന്നായിരിക്കും പേരുണ്ടാവും. മോഹന്റെ പേരാണ്. ഐഫോൺ എന്നാ കാണും. അതെ, ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവിലുള്ളത് എവിടെയാ? ഇപ്പൊ ദുബായിലാണ്. ദുബായില്. ഓക്കെ. ഞാൻ പിന്നെ +2 സയൻസ് ആയിരുന്നു, പിന്നെ പോളി ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിരുന്നു എടുത്തത്. ഓക്കെ. അക്കൗണ്ട്സിൽ ഇല്ലില്ല, അക്കൗണ്ടായിട്ട് തീരെ ഇല്ല. ടച്ചില്ല. നമുക്ക് നന്നായിട്ട് പഠിക്കാം അക്കൗണ്ട്സ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഞാൻ അത്രയും 0 ലെവലിലാണ് ക്ലാസ് കൊണ്ടുപോട്ടോ. ടീച്ചർ ആണെങ്കിലും ഞാനാണെങ്കിലും ഇടയ്ക്ക് വരും. 0 ഓക്കെ ഓക്കെ. കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നന്നായിട്ട് അതാണല്ലോ നമുക്ക് വേണ്ടത്. കണ്ടന്റ് വേണമല്ലോ കയ്യിൽ. അതെ അതെ. ഓക്കെ. അടുത്തതാരാ? സെന നിയാസ് മുഹമ്മദ്, ഫാത്തിമ ഷക്കീർ ഉണ്ട്, നജീബ ഉണ്ട്, ആബിദ് വന്നിട്ടുണ്ട്. ആബിദ പറഞ്ഞോ. എന്റെ പേര് ആബിദ്. ഓക്കെ. കണ്ണൂർ തളിപ്പറമ്പ്. പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ നിലവില്? അല്ല, ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കും. ഏതാ പഠിക്കുന്നേ? ഞാൻ ഇപ്പോ BA ഹിസ്റ്ററി ഡിഗ്രി. എങ്ങനെ? BA ഹിസ്റ്ററി ഡിഗ്രി പഠിച്ചോണ്ടിരിക്കും. കൊമേഴ്സ് ടച്ച് ഇല്ല അല്ലെ? കൊമേഴ്സ് ഇല്ല. പിന്നെ എവിടെയാ പഠിക്കുന്നേ ഡിഗ്രി? കൊമേഴ്സിലേക്ക് വരാനുള്ള കാരണം എന്താ? കൊമേഴ്സ് അല്ല, BA ഹിസ്റ്ററിയാണ്. ഓക്കെ. ഇപ്പൊ അക്കൗണ്ട്സിലേക്ക് വരാനുള്ള കാരണം? അക്കൗണ്ട്സിൽ വരാൻ കാരണം ജോലി ഇതെല്ലാം തന്നെ. അതെ. അല്ല ഞാനൊന്ന് പറയുന്നത്, നമുക്ക് നിലവില് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് കയറാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി അക്കൗണ്ടന്റ് ആവുക എന്നുള്ളത്. കാരണം ചെറിയ സമയം കൊണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ജോലി ഒഴിവുള്ളത് അക്കൗണ്ട്സ് ആയിരിക്കും ഒരു ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അക്കൗണ്ടന്റിനെ വേണം. അപ്പൊ ആ രീതിയിലാണ് ഒന്ന്. ഓക്കെ. നെക്സ്റ്റ് ആരാ? ഇനിയും ആളുകൾ വരാനുണ്ട്. ഹലോ, ഓക്കെ. എന്റെ പേര് നജീബാണ്. ഓക്കെ. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് അല്ലേ? അതെ. ഓക്കെ. നെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന അറിയാവോ? നിങ്ങൾ പിന്നെ ടീച്ചേഴ്സിന് നിങ്ങൾ ഡാറ്റ കൊടുക്കണം, ഏത് രീതിയിലാണ് ക്ലാസ് പോവേണ്ടത്. 13 വർഷമായി ടച്ചൊക്കെ വിട്ടിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അക്കൗണ്ടിങ്, പിന്നെ ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്യണില്ല. BCom ഫസ്റ്റ് ഇയർ പോയിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിട്ടില്ല. പിന്നെ ഒന്നും അതിന്റെ ടച്ചൊക്കെ വിട്ടിക്കണം. ഇപ്പൊ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഏതാ സ്ഥലം? എവിടെയാ പറഞ്ഞത്? കുറ്റിപ്പുറം, മലപ്പുറം. ഓക്കെ. ഇനി ആരാ ഉള്ളത്? ഇനി പിന്നെ വോയിസ്. ഓക്കെ. വോയിസ് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ മെസ്സേജിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ, പേരും സ്ഥലവും ക്വാളിഫിക്കേഷനും പറഞ്ഞാൽ മതി. അടുത്ത ആളാരാ? ഹലോ, നാഫിയാണ് എൻ്റെ പേര്. ഓക്കെ. ഞാനിപ്പോ UAE-ലാണുള്ളത്. ഓക്കെ. ഞാൻ BCom ആയിരുന്നു ചെയ്തത്. ടച്ച് ഇട്ടിട്ട് എത്ര വർഷമായി. നമുക്കിപ്പോ നല്ലൊരു കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോബിന് ട്രൈ ചെയ്യാം അല്ലെ, അക്കൗണ്ടന്റ് ആയിട്ട്. അവിടെ എനിക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റായിട്ടാണ്. ഇവിടെ ഹസ്ബൻഡിന് തന്നെ കമ്പനി ഉണ്ട്, പക്ഷെ അക്കൗണ്ട്സ് ഒന്നാമത് ടച്ച് വിട്ടേ കുറെ വർഷമായി കഴിഞ്ഞിട്ട്. BCom എന്നായിരുന്നു ചെയ്തത്. BCom ഫൈനൽ ഇയർ 2 പേപ്പർ എഴുതിയില്ല, അതുവരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം കുറെ വർഷമായി, 10-22 ഒരുപാട് വർഷമായി ഇപ്പോ. വിദേശത്ത് ഇപ്പൊ ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഒന്ന് നല്ലൊരു അക്കൗണ്ട്സ് കഴിയുക എന്നുള്ളതാണ്. അത് നമുക്ക് 2 കാര്യമാണ്. ഒന്ന് അക്കൗണ്ട്സ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്,
മറ്റൊന്ന് ആ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ നോക്കും. ഇപ്പൊ CV ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാത്ത ഒരു കമ്പനിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ ഒരുപാട് വേക്കൻസികൾ വരും. അപ്പോൾ നോക്കും ഡിഗ്രി ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇപ്പൊ ഡിഗ്രി ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് നാട്ടിലാണെങ്കിൽ ഡിഗ്രി അങ്ങനെ നോക്കുന്നൊന്നുമില്ല. +2 ആ ആ വിദേശത്താവുമ്പോൾ അത് നോക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും കെയർ ഓഫിലൊക്കെ ജോബ് കിട്ടുന്നതാണെങ്കിൽ ഓക്കെയാണ്. ഡിഗ്രി ഇല്ലെങ്കിലും ആ നമുക്ക് ഇവിടെ എനിക്കിവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ, പക്ഷെ എനിക്ക് ഇത് അക്കൗണ്ട്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ ഹസ്ബൻഡ് എന്നെ കമ്പനിയിൽ അക്കൗണ്ട്സിന് ആവശ്യമുണ്ട്, പക്ഷെ എനിക്ക് ഇതുപോലെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട്. തീർച്ചയായിട്ടും 1 മാസം കഴിയുമ്പോഴേക്ക് 1 2 മാസം കഴിയുമ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും അക്കൗണ്ട്സ് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കോഴ്സ് കഴിഞ്ഞ അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ആരാ? ഹലോ, ഓക്കെ ഞാൻ ഷഹീന. ഓക്കെ UAE-യിലാണ്. ഇപ്പൊ നാട്ടിലുണ്ട്, വെക്കേഷൻ നാട്ടിലുണ്ട്. ഞാൻ ഒരു ഹൗസ് വൈഫാണ്. പഠിച്ചത് പഠിച്ചത് എനിക്ക് 2 മക്കള്, വലിയ മക്കളുണ്ട്. അക്കൗണ്ടിങ്ങിന് പഠിക്കുന്ന മോളുണ്ട്, BRക്കിന് പഠിക്കുന്ന മോനുണ്ട്. UAE-യിലാണ്. ഇപ്പൊ ഞാനിപ്പം ഇതിന് ജോയിൻ ചെയ്യാൻ കാരണം ഞങ്ങൾക്കൊരു ഓൺ ബിസിനസ് ഉണ്ട്. അപ്പൊ അത് തന്നെ വീട്ടിലിരുന്ന് ഓൺലൈൻ റിപ്പോർട്ട്സ് ഒക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പീച്ച് ട്രീ, ടാലി ഒക്കെയാണ് ഇവിടെ നാട്ടിലായാലും UAE-യിലായാലും അവര് നോക്കുന്നത്. അതിൽ ആ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അത് പഠിച്ചാൽ കൊള്ളായിരിക്കുന്നു എന്ന് തോന്നി. അതാണ് ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം. ഓക്കെ 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 നെക്സ്റ്റ് ആരാ? ആബിദ് വരാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഏതായാലും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെ ഇത് നിലവിൽ എങ്ങനെ ക്ലാസ് വരിക എന്നുള്ളത് എല്ലാവർക്കും സിസ്റ്റം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതില് ഇവിടെ സൂമിൽ ഓപ്പൺ ക്ലാസ് ഇതുപോലെ തന്നെ ചെയ്യും, സ്ക്രീൻ ഷെയർ ചെയ്യും. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഭാഗത്ത് ക്ലാസ് കേൾക്കാം. ടീച്ചർ പറയുന്നത് പോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം അയച്ചു തരും, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. അത് ടീച്ചർ ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അത് കണ്ടിട്ട് നിങ്ങളും അതുപോലെ തന്നെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് അതുമായി ബന്ധപ്പെട്ട തിയറിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് നോക്കാം. അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കയ്യില് നോട്ട്ബുക്ക് ഉണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, ഞാൻ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ അക്കൗണ്ടിങ്ങിലേക്ക് കടക്കാം എന്ന രീതിയിലേക്ക്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് എടുക്കുക. തായറ മിസ് ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? സർ പറഞ്ഞോളൂ. ഞാനൊരു സിമ്പിൾ ആയിട്ട് ചെറിയൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ അവതരിക്കും. അതായത് ഒന്നുകൂടി പറയുന്നത് 0 ലെവലിൽ പോവാണ്. രാജു എന്ന് പറയുന്ന ഒരാള്, അയാള് ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ആ ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഓക്കെ, അപ്പൊ രാജു ഒരു 50,000 രൂപ കൊണ്ടുവന്നിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് എഴുതുക, രാജു സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹50,000. ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്തേ. നേരത്തെ ആരാ ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞത്? മെസ്സേജിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അവര് നോട്ട്ബുക്കിൽ എഴുതുക. ഞാൻ ജസ്റ്റ് അതായത് ഈസി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് വിശദീകരിക്കും. ജസ്റ്റ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാ മെസ്സേജ് ചെയ്യാം? രാജു സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹50,000. 50,000 രൂപ കൊണ്ട് രാജു ബിസിനസ് തുടങ്ങി. എഴുതിയിട്ടുണ്ടോ? ജസീല വോയിസ്, എന്റെ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. രാജു 50 എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടോ, എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആരെ എഴുതുക? മെസ്സേജിലൊന്നും എഴുതിക്കോ, അറിയാത്തവർ ചെയ്യാം. അപ്പൊ ഒന്നുമില്ല, ബിസിനസ് തുടങ്ങി നിങ്ങളുടെ കയ്യിലോട്ട് 50,000 രൂപ കൊണ്ടു തന്നു. ഇപ്പൊ കയ്യിൽ എത്ര പൈസയുണ്ട്? ക്യാഷ് ഉണ്ട്, 50,000 രൂപയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇതിൽ നിന്നൊരു 10,000 റുപ്പീസ് എടുത്തൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം.
നമുക്ക് ബിസിനസ് സ്ഥാപനത്തിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആവശ്യമാണ്, ചെക്ക് കൊടുക്കണം, ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊരു 10,000 നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെപ്പോസിറ്റ് ടു ബാങ്ക് ₹10,000 ജസ്റ്റ് എഴുതും. സനാ തസ്ലീമ, ഇപ്പൊ എത്ര ക്യാഷ് എത്ര കയ്യിലുണ്ട് ഇപ്പോ? 40,000. 40,000 കയ്യിലുണ്ട് അല്ലേ? ബാങ്കിൽ എത്രയുണ്ട്? 10,000. 10,000. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അതിൽ നിന്നൊരു 7,000 റുപ്പീസ് എടുത്തിട്ട് ഫർണിച്ചേഴ്സുകൾ വാങ്ങണം. ഓഫീസിലോട്ടുള്ള ഫർണിച്ചേഴ്സുകൾ വേണം. അപ്പോൾ ജസ്റ്റ് ഒന്നുകിൽ ഫർണിച്ചർ 7,000 ഇടുക, അല്ലെങ്കിൽ ബോട്ട് ഫർണിച്ചർ ₹7,000. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. എഴുതിയോ? ജസീല സി, ഇപ്പൊ എത്ര ക്യാഷ് കയ്യിലുണ്ട്? 40,000. ആണോ? നെക്സ്റ്റ് വൺ 33. 7,000 രൂപക്ക് നമ്മൾ ഫർണിച്ചർ കൂടി വാങ്ങിയല്ലോ. ബാലൻസാ സാർ ചോദിച്ചല്ലേ? ബാലൻസ്. ഓക്കെ. ഇന്ന് ജസ്റ്റ് ഒരു പരിചയപ്പെടലാണ്. ഞാൻ ജസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചോദ്യങ്ങൾ തരുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ചോദിക്കും എത്ര ക്യാഷ് കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷ് എത്രയുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. നമ്മൾ മൈൻഡിലോട്ട് അക്കൗണ്ട്സ് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് അക്കൗണ്ടിങ്, ഇതാണ് അക്കൗണ്ടിങ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പിന്നെ നമുക്ക് വലിയ കമ്പനികളിലേക്ക് പോവാ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഓക്കെ. 12,000 റുപ്പീസിനാണ് വാങ്ങുന്നത്. ഞാൻ അവിടെ പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. GWDS. പർച്ചേസ്ഡ് ഗുഡ്സ് ₹12,000. 12,000 രൂപക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് വൺ, സോൾഡ് ഗുഡ്സ്. സാധനം വിൽക്കുകയാണ്. സോൾഡ് ഗുഡ്സ് ₹8,000. 8,000 രൂപക്ക് സാധനം വിൽക്കുക ചെയ്യുന്നു. സോൾഡ് ഗുഡ്സ് ₹8,000. ഇപ്പൊ എത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്? 29,000. 29,000. എങ്ങനെയാണ് ക്യാഷ് വന്നത്? 10,000 ബാങ്കിലോട്ട് പോയി, 40. പിന്നെ എന്ത് ചെയ്തു നമ്മള്? അതിന് 7 ഫർണിച്ചർ വാങ്ങി. ഓക്കെ. അപ്പോ 33 ആയി. 33. ആ 12 സാധനങ്ങൾ വാങ്ങി. അപ്പൊ ഓക്കെ 21. ഓക്കെ പിന്നെ സാധനം വിറ്റപ്പോ 8 കിട്ടി. അതിലോട്ട് ആഡ് ചെയ്തപ്പോ 29. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഞാൻ ഇന്ന് കൂടുതൽ ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല. ഇന്ന് നമുക്ക് ജസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് അക്കൗണ്ടിങ് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സുകൾ മുതൽ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ഇടപാടുകൾ. ഇത് എത്ര ഇടപാടുകൾ വരെ നമുക്ക് ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 20 ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതേ സമയത്ത് ഒരു 100ഓളം ഇടപാടുകൾ അല്ലെങ്കിൽ 1000ഓളം ഇടപാടുകൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വന്നാലും നമ്മൾ ഇത് നോട്ട്ബുക്കിൽ എഴുതുന്നതിന് പകരം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് എത്രയുണ്ടെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു. ക്യാഷ് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അതേ സമയത്ത് ക്യാഷ് എത്രയുണ്ടെന്ന് ചോദിക്കും, ബാങ്കിൽ എത്രയുണ്ടെന്ന് ചോദിക്കും, എത്ര രൂപയുടെ പർച്ചേസ് നടന്നു, സെയിൽസ് നടന്നു, എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ട്, ആരൊക്കെ ക്യാഷ് നമുക്ക് തരാനുണ്ട്, ആർക്കൊക്കെ നമ്മൾ കൊടുക്കാനുണ്ട്, എന്ത് റിപ്പോർട്ടാണോ, ആർക്കൊക്കെ സാലറി കൊടുത്തു, സാലറി എത്ര കൊടുക്കാനുണ്ട്, A to Z. നമ്മൾ കഴിഞ്ഞ ഒരു 3 മാസത്തെ അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ എത്ര ക്യാഷ് വന്നു, എത്ര പോയി, നമുക്ക് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലാണോ അല്ലെ? നമ്മളിപ്പോ പർച്ചേസ് വാങ്ങി സെയിൽസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അറിയും എത്ര രൂപക്കാണ് വാങ്ങുന്നത്, എത്ര രൂപക്കാണ് കൊടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒരു ഐറ്റം, ഒരു TV നമ്മൾ ഒരു 25,000 വാങ്ങുന്നു, 35,000 വിൽക്കുന്നു, അതൊക്കെ ഇതിൽ എൻ്റർ ചെയ്യും.
അപ്പോൾ എന്ത് റിപ്പോർട്ടാണോ നമുക്ക് വേണ്ടത് A to Z ഈ സിസ്റ്റം വെച്ച് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഇടപാടുകൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് റിപ്പോർട്ടാണോ വേണ്ടത് അത് കംപ്ലീറ്റ് നമുക്ക് സിസ്റ്റം തരും. അതിൽ ഡിസ്കൗണ്ട് വരും, ടാക്സ് വരും, ഫ്രീ ഗുഡ്സുകൾ വരും, അപ്പോൾ പിന്നെ പർച്ചേസ് റിട്ടേൺസ് വരും, സെയിൽസ് റിട്ടേൺസ് വരും, എന്താവട്ടെ നിങ്ങൾ അക്കൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഏത് ഇടപാടുകൾ വന്നാലും GST ആവട്ടെ, UAE VAT ആവട്ടെ, ഇതൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ കാണിച്ച് ആ രീതിയിലായാലേ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ 100% അത് ചെയ്യാൻ വേണ്ടി കഴിയും. വലിയ ബൈഹാർട്ടായിട്ട് പഠിക്കാനൊന്നുമില്ല, ഇതിങ്ങനെ എൻട്രി ചെയ്ത് പോകാന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇത് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇന്ന് ജസ്റ്റ് പരിചയപ്പെടുക മാത്രമാണ്. അപ്പോൾ നമുക്കിനി പിന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് വേർഡ്, എക്സലൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുന്നത്, നിലവിൽ നമ്മുടെ ഓഫ്ലൈൻ ലാബിൽ ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ, അവർ ഒരുപാട് കുട്ടികൾ BCom MCom ഒക്കെ ഉള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഡേ ടൈമിൽ വരാൻ കഴിയുമെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു. ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ അല്ലെ, ചൊവ്വ വ്യാഴം ശനിയാണ് പിന്നെ ക്ലാസ്സുകൾ വരുന്നത്. രാവിലെ 10 to 5 ആണെങ്കിൽ ലാബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മറ്റു ടീച്ചർ വീട്ടിൽ നിന്നായിരിക്കുമല്ലോ ക്ലാസ് എടുക്കുക. അപ്പൊ ലാബിൽ നിന്ന് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന മിസ് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും, ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ എടുത്തു കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഒന്ന്, നിങ്ങൾക്ക് ഈ 3 ദിവസം ഈ ടൈമിൽ, അതായത് ഇന്ത്യൻ ടൈം 10 മണി മുതൽ 5 മണി വരെ ഏത് സമയമായാലും കുഴപ്പമില്ല, ഓക്കെ ആണെങ്കിൽ മിസ് എന്ത് ചെയ്യും, ടീച്ചറായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ അതൊന്നുകൂടി എന്താ ഞാനത് പറഞ്ഞു വന്നത്, ഇപ്പൊ പല കുട്ടികളും ഫീസ് അടച്ച് രാവിലെ വന്ന് ലാബിൽ ഇരുന്ന് പഠിച്ചിട്ട് പോവാണ്. റിസൾട്ട് നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൺലൈനിലുള്ള കുട്ടികൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് മിസ് ടൈം ടേബിൾ ഇട്ട് കൊടുക്കാം. ആഴ്ചയിൽ ചൊവ്വ വ്യാഴം ശനി രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യാം. പിന്നെ സിസ്റ്റത്തിൽ ഇവർക്ക് ഡേ ടൈം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ തന്നെ ക്ലാസ് കൊടുക്കാം. അതാ ഒന്നുകൂടി നിങ്ങൾക്ക്, അതായത് ഞാൻ പറഞ്ഞ ഏത് ടൈമായാലും കുഴപ്പമൊന്നുമില്ല. അതാവുമ്പം കുട്ടികൾ, നിങ്ങൾക്കൊരു ഓഫ്ലൈനിന്റെ ഒരു പ്രതീതി തന്നെ ഉണ്ടാവും. ഓഫ്ലൈൻ ലാബിൽ കുട്ടികൾ വന്ന് പഠിക്കുന്ന ആ സമയത്ത് തന്നെ ആയിരിക്കുമല്ലോ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത്, അത് ഇന്ത്യൻ ടൈം നോക്കിയാൽ മതി. ഇനി ആർക്കെങ്കിലും മസ്റ്റായിട്ട് നൈറ്റ് ബാച്ചിലേക്ക് മാറണമെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി മാത്രം നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് ബാച്ച് ടൈമിന്റെ ഒരു നൈറ്റ് ബാച്ചിന്റെ ഒരു ടൈം കൊടുക്കാം. എന്ത് പറയുന്നു എല്ലാവരും? ഞാൻ ജസ്റ്റ് ഇത് അക്കൗണ്ടിങ് എന്താണെന്ന് ഇത് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഞാനത് ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് പറയാം. ചോദിച്ചിട്ട് ഒന്ന് വിദ്യാർത്ഥികളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ ചിലര് CAക്ക് പോകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് വരുന്നവരുണ്ട്, BCom MCom കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് 0 ലെവലിൽ തന്നെ ക്ലാസ് കിട്ടണം. അപ്പോൾ കോഴ്സ് കഴിയുന്നതോട് കൂടിയിട്ട് ടാലി എന്ന് പറയുന്ന അക്കൗണ്ട്സിൽ 30ഓളം കമ്പനികളുടെ അക്കൗണ്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ PH3, QBooks, TradeEasy, വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ. ഒരു ടാലി പഠിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ടൈം വേണ്ടിയുള്ളൂ. ആ ടാലി തന്നെ ആദ്യത്തെ ഒരു 10-15 ക്ലാസ്സുകളാണ് നിങ്ങൾ, പിന്നീട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രോബ്ലം തരും. ഒരു കമ്പനിയുടെ 1-ാം തീയതി മുതൽ 30-ാം തീയതി, ഞാൻ അത്രയും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ ഡേറ്റ് 1 മുതൽ 30 വരെയുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് എൻ്റർ ചെയ്യും, അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് അതിലിങ്ങനെ വരുന്നുണ്ട്, ചെക്ക് ബൗൺസ് ആവുന്നത്, ചെക്ക് റിട്ടേൺ ആവുന്നത്, അതുപോലെ പർച്ചേസ് റിട്ടേൺസ്, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, കൊട്ടേഷൻ കൊടുക്കുക, ഇങ്ങനെ അത് ഓരോന്നായിട്ട് സംഭവം 0 ലെവലിലുള്ള കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഡേ ടൈം കഴിയുന്ന കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാബിൽ നിന്ന് തന്നെ, അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഓഫ്ലൈനിൽ പോയിട്ട് പഠിക്കുന്നു. അപ്പൊ ലാബിൽ നിന്ന് തന്നെയായിരിക്കും ടീച്ചർ ക്ലാസ് എടുക്കുക. അവിടെ ഒരുപാട് കുട്ടികൾ ലാബിൽ പഠിക്കുന്നവരുണ്ടാവും. ഓക്കെ, എന്നാലും ഇന്ന് ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ മിസ്സേ. ഒന്ന് പരിചയപ്പെടൽ മാത്രമാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകൾ മുതൽ നന്നായിട്ട് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാറിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ ബേസിക് തീരെ 0 ലെവലിലുള്ളവരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങൾ ഉണ്ടാവും. നാളെ ക്ലാസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് വരുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടോ? ഇല്ലാത്തവര് പറഞ്ഞാൽ നമ്മളിവിടെ അയച്ചു തരും കേട്ടോ, കൊറിയർ വഴി അയച്ചു തരും. അതിന് ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. ഉള്ളവർ അത് യൂസ് ചെയ്യുക, ഇല്ലാത്തവർക്ക്
നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഇവിടുന്ന് അയച്ചു തരും കേട്ടോ. ഇതൊന്നും ഇതായിട്ടില്ല എന്നോട്ടെ, സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുള്ള ഇന്നത്തെ ക്ലാസ്. ഞാനിന്ന് പുറത്തായതുകൊണ്ടാണ് ആർക്കും ഒരു ഹാപ്പി. സാർ പുറത്തായതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാതിരുന്നത്. സാർ സാധാരണ വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് ഒക്കെ എടുക്കാറുള്ളത്. ഇന്നിപ്പോ സാർ പുറത്തായതുകൊണ്ടാണ്. അല്ല, ഇവര് ഓക്കെ ആണ് അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഒന്ന് മെസ്സേജ് ചെയ്തേ ഓക്കെ ആണെങ്കിൽ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, ഞാനത് പുറത്തായതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഈ രീതിയിൽ ചെയ്തത്. ഇവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എങ്ങനെ ആയിരിക്കും എന്നല്ല, അത് കൺഫ്യൂഷൻ ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടാവും. ആ ഓക്കെ, രീതിയിൽ സാർ ടെൻഷനോടെ ക്ലാസ്സിൽ ഇരുന്നത്. ആ ടെൻഷൻ കുറെ കുറഞ്ഞു കിട്ടി. എന്റെ പിന്നെ ഒന്ന് ബാറ്ററി ഇപ്പൊ 6% ഏത് സമയത്തും സ്വിച്ച് ഓഫ്. അതാണ് ഞാൻ പെട്ടെന്നൊന്ന് ഇതായത്. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. അക്കൗണ്ട്സ് ആ രീതിയിലേ പോവുള്ളൂ. അക്കൗണ്ട്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓൺലൈനിലുള്ള കുട്ടികൾക്ക് എക്സാം നടന്നു. ഇപ്പൊ നമ്മൾ കൊടുത്തത് ഒരു വലിയ കമ്പനിയുടെ അക്കൗണ്ട്സ് ചെയ്യാനാണ്. അതില് ഭൂരിപക്ഷം കുട്ടികളും നന്നായിട്ട് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്ത്, അതായത് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴേക്കും 2-3 ഡൗട്ടാണ് ഉണ്ടാവുക, എനിക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് പിന്നെ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം മറ്റൊന്നും ഇത് ബൈഹാർട്ടായിട്ട് പഠിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്ത് പ്രാക്ടീസ് ആവേണ്ടതാണല്ലോ. ഒരു പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഇതിങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് തിയറിയാണ് പഠിപ്പിച്ചു തരേണ്ടത്, ഇതെങ്ങനെ എൻ്റർ ചെയ്യും എന്നുള്ളത്. അത് അത്രയും ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടാ പറയാം. ടെക്നിക്ക് കുറെ റൂൾസ് ഒന്നും നമ്മൾ പഠിക്കാനുണ്ടാവില്ല. നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു 3-4 ക്ലാസ് തിയറി ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും സിമ്പിൾ ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 2 മാസം മനസ്സിലാവുന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ. എന്നായിക്കോട്ടെ. പിന്നെ ഓക്കെ സാർ, താങ്ക് യു സാർ. ഓ, അപ്പം നമുക്കിനി വ്യാഴാഴ്ചയാണ് ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾ ഡേ ടൈം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഷഫാന മാം ആണ് നിങ്ങൾക്ക് ക്ലാസ് തരിക. സാറ് പറഞ്ഞതുപോലെ ലാബിൽ വെച്ചാകുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നൈറ്റ് ആകുമ്പോൾ ടീച്ചേഴ്സ് വീട്ടിലായിരിക്കുമല്ലോ അല്ലെ? ഇപ്പൊ ലാബിൽ വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഒന്നുകൂടി. നിങ്ങൾ അത് ആ ഒരു ഇതുണ്ടാവും നിങ്ങൾക്ക്. ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ അങ്ങനെയാണ് പോവുക. അപ്പൊ നിങ്ങൾ പുറത്ത് പോയിട്ട് അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആവും. അപ്പം മാക്സിമം നോക്കുക 10 to 5 ഓക്കെ ആണെങ്കിൽ ആ രീതിയിൽ പോവാം. ഇനി നൈറ്റ് ബാച്ച് അങ്ങനെ തന്നെ വേണമെന്നുള്ളവര് ആ ഒരു ബാച്ചിലേക്ക് ആഡ് ചെയ്താൽ മതി, മാറ്റിയാൽ മതി മിസ്. സാറേ, അപ്പൊ പിന്നെ നമ്മളെ ഈ ലാബിൽ തന്നെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ഈ ഒന്നും അറിയാത്ത 0 ലെവലുള്ള സ്റ്റുഡൻസിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റുമോ ടീച്ചേഴ്സിന്? ഓഫ്ലൈൻ സ്റ്റുഡൻസ് എന്തിനാണ് പറ്റുക? ഞാൻ പറഞ്ഞില്ല, ആ ലെവലിൽ തന്നെ. അതായത് ആദ്യത്തെ കുറച്ച് സമയം, 1 മാസമേ നമുക്ക് അറിയാത്തവരുന്നുള്ളൂ. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഉണ്ടാവാം. കാരണം തിയറി കംപ്ലീറ്റ് കിട്ടും. പർച്ചേസ് പഠിപ്പിക്കും, സെയിൽസ് പഠിപ്പിക്കും, പിന്നെ പേയ്മെന്റ് പഠിപ്പിക്കും. ഇങ്ങനെ ഓരോ സെക്ഷനാണ് പഠിപ്പിക്കുക. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ആവേശം ഉണ്ടാവാം. ഇത് ഗെയിമൊക്കെ കളിക്കുന്ന പോലെയാണ്. എല്ലാവരും വന്നിട്ട് വേഗം എങ്ങനെയെങ്കിലും എൻ്റർ ചെയ്ത് റിപ്പോർട്ട് നമ്മൾ ഒരു പ്രോബ്ലം കൊടുക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയുടെ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള അതിൽ സാലറി കൊടുക്കുന്നുണ്ടാവും, കറണ്ട് ബില്ല് അടക്കുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും, പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺസ്. ഇതിങ്ങനെ എൻ്റർ ചെയ്തിട്ട് റിപ്പോർട്ട് ശരിയാണോ? അപ്പൊ ചില ആളുകൾക്ക് ശരിയാവും, ചില ആളുകൾ ഇതായിരിക്കും. അതൊന്നും കൂടി നോക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, മാറ്റി തിരുത്തും. അത് റെഡിയാക്കിയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് പോകുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ക്ലാസ് എല്ലാവരും വരും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആർക്കും ആ ഒരു ഇതാവരുത്. ഇത് ചെയ്ത് പഠിക്കുന്നതായത്. ഓക്കെ സാർ, ഓഫ്ലൈൻ ക്ലാസ് എല്ലാ സ്ഥലത്തും ഉണ്ടോ? ഏതൊക്കെ സ്ഥലത്താ ഉള്ളത്? അതായത് ഓഫ്ലൈന് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വരുന്നവർക്ക് നമ്മൾ ഓൺലൈന് മാത്രമാണ് കൊടുക്കുന്നത്. കാലിക്കറ്റ്, കണ്ണൂരൊക്കെ ഉണ്ട് ഓഫ്ലൈൻ ലാബുകൾ. നമ്മളിപ്പോ ഇത് ഓൺലൈൻ ആയാലും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ട്. ഓഫ്ലൈന് വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ക്ലാസ് ഉണ്ടാവും. സിസ്റ്റം ഓപ്പൺ ചെയ്യും. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓൺലൈൻ എടുത്തവർക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഓൺലൈൻ എടുത്തവർക്ക് അത് അവരുടെ ലൊക്കേഷൻ നോക്കണല്ലോ നമ്മള്. ഞങ്ങള് നെറ്റുള്ളത് UAE-ലാണ്. അപ്പൊ ഞാൻ നാട്ടിൽ വരികയാണെങ്കിൽ, ഞാൻ കാലിക്കറ്റ് ആണ്. അപ്പൊ കാലിക്കറ്റ് വന്ന് ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഏതായാലും ആ സമയത്തല്ലേ. എന്റെ അഭിപ്രായത്തിൽ ഓൺലൈൻ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ മതിയാവും. ഓഫ്ലൈനിൽ വേറെ പ്രത്യേകത ഒന്നും. ഇപ്പൊ നിങ്ങൾ ഓഫ്ലൈനിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് പഠിക്കുക. സിസ്റ്റം ഉണ്ടെങ്കിൽ ടീച്ചർ കൂടെ തന്നെ ഉണ്ടാവും. കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ മിസ് ഇതൊന്ന് ചെയ്യും. പിന്നെ ഡേ ടൈം പറ്റുന്നവരെ ഒന്ന് ഡാറ്റ എടുക്കും കേട്ടോ. ഓക്കെ. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡേ ടൈം ഞാൻ ഓക്കെയാണ്. മിസ് ഒന്ന് ഡാറ്റ
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി ഓക്കെ ഇരിക്കാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി വ്യാഴാഴ്ച നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാവുന്ന വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിൽ നിലവിൽ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് പഠിച്ചിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഏറ്റവും, കാരണം ഞങ്ങൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വിദേശത്തേക്കും നാട്ടിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഓക്കെയാണ്, കണ്ടന്റുകളുടെ കാര്യത്തിൽ ഓക്കെയാണ്. മറ്റൊന്ന്, നിലവില് പിന്നെ പല സ്ഥാപനങ്ങളും, ഞാനത് ഇതായിട്ട് പറയുന്നില്ല, ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ അറിയാലോ, നമ്മൾ പ്രാക്ടിക്കലായിട്ടാണ് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നത്, ചെയ്ത് ശീലിപ്പിക്കുക ചെയ്യാം. കൂടുതൽ തിയറി ക്ലാസ്സിനപ്പുറം, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കുറെ ബൈഹാർട്ട് പഠിക്കും, +1 +2 ഡിഗ്രി 3 ഇയർ 5 ഇയറോളം അക്കൗണ്ട്സ് പഠിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിനെ കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഒരുപാട് തിയറി പഠിച്ചത് കൊണ്ട് അതിനപ്പുറം ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിലായിരിക്കും അതിൽ എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്, ഒന്നുകൂടി ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിങ് ടീച്ചറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം, അല്ലെങ്കിൽ നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്ന ആ രീതിയിൽ പോകാം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. താങ്ക് യു ഓൾ. നൈറ്റ്. താങ്ക് യു.